വന്ന് സ്നേഹിപ്പത്തിയെ കടക്കുന്ന ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ഈ വീക്കെൻഡ് മീറ്റിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയതായ വലിയ ഭാഗ്യവാർത്ത സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതായ അനുപർഷക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസനെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. ശുശ്രൂഷകളൊക്കെ മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മീറ്റിംഗിൽ സംബന്ധിക്കുന്നതായ എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. രാത്രി വിടുതലിന്റെ രാത്രിയാക്കി കർത്താവ് തീർക്കുന്ന വിശ്വസിക്കണം. കരമുയർത്തി സ്തോത്രം ചെയ്യുന്നു. ആ ബലവനായ യേശു കർത്താവിനെ ഈ രാത്രിയിൽ നാം സ്തുതിക്കുകയാണ്. കുമ്പിടുന്നു ജീവ സർവസ്വവും യേശുവേ ആരാധിക്കുന്നു യേശുവേ ഇന്ന് പകലത്തിന് ഈ രാത്രി എത്ര പേരുടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ട്. നാം പാടിയതുപോലെ ജീവനും എന്റെ സർവസ്വവും കർത്താവേ അങ്ങയുടെ മുൻപിൽ അണച്ച് ഞങ്ങൾ കുമ്പിടുകയാണ്. ഇന്ന് രാത്രി അല്പസമയം അധരങ്ങൾ എത്ര എല്ലാവരും ഒന്ന് സ്തോത്രയാഗം അർപ്പിച്ചാട്ട് ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർക്കുക. ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ദൈവസനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് പകർന്നാട്ട് ഇന്ന് രാത്രിയിൽ നാം ശക്തമായി ദൈവത്തെ ആരാധിപ്പാൻ ആത്മാവിന്റെ ഒന്ന് ആരാധന ഇന്ന് രാത്രി വെളിപ്പെടുവാൻ ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് അതിനൊരു ഗാനം ഒന്ന് പാടി നമ്മുടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ആരങ്ങൾ വരിക്കുന്നവൻ ആരങ്ങൾ വരിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ കൂടെ എന്നെ കൈവിടാത്തവൻ കൂടെ ദൈവമനുവദിച്ച പരിഹാരമേ കരുതിക്കൊണ്ട്
പരിഹാരമെനിക്കായിട്ടുണ്ട് എന്തെങ്കിലും ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി പറയുന്നു ഞാൻ അവയെന്തെങ്കിലും ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി പറയുന്നു ഞാൻ അവിടെയല്ല അവിടെയല്ല വീഴുന്നതൊന്നേയിലല്ല എന്നെ ശൂഹിക്കാരങ്ങൾ ക്ഷണമാണോ വീഴുന്നതൊന്നേയിലല്ല എന്നെ ശൂഹിക്കാരങ്ങളില്ല ദൈവമരുവരുത്ത പരിഹാരം ദൈവമരുവരുത്ത പരിഹാരം എന്തിനൊക്കെ ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി പറയുന്നു ഞാൻ അവരെന്തിനൊക്കെ ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി പറയുന്നു ഞാൻ ദൈവമേരിക്കരു ദൂരം അത് നന്നായറിയുന്നു ഞാൻ ദൈവമേരിച്ചതാണ് ഓ അത് നന്നായറിയുന്നു ഞാൻ ദൈവമൊരു പോലെ ആരെനിക്കെതിരായിരുന്നു ഓ ദൈവമൊരു പോലെ ആരെനിക്കെതിരായിരുന്നു അവൻ ദൈവമരുവദിത്ത പരിഹാരമെടുക്കാൻ കരുതിട്ടുണ്ട് ദൈവമരുവദിത്ത പരിഹാരമെടുക്കാൻ കരുതിട്ടുണ്ട് എന്തിനു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി പറയുന്നു ഞാൻ എന്തിനു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി പറയുന്നു ഞാൻ ഓരമശോധനയിൽ ആഴന്ന കടന്നിടുമ്പോ ഓരമശോധനയിൽ അവനാഴന്ന കടന്നിടുമ്പോ നടക്കുന്നതേ സുഹൃത്തേ ഞാനവൻ കരങ്ങളിൽ ചുടപാടാം ഓ നടക്കുന്നതേ സുഹൃത്തേ കരങ്ങളില അവ ദൈവമരുവദിച്ച പരിഹാരമേ കരുതിട്ടുണ്ട് ദൈവമരുവദി പരിഹാരമേരിക്കായി കരുതിട്ടുണ്ട് ചോദിക്കില്ല എന്റെ നന്മയ്ക്കായി പറയുന്നു ക്ഷണമാണോ എന്തിനു ചോദിക്കില്ല എന്റെ നന്മയ്ക്കായി പറയുന്നു ഞാൻ അവിടകളെ കണ്ണല്ല അവിടകളെ കണ്ണല്ല വീഴുന്നതൊക്കെയില്ല എന്നെ കരകളിൽ ക്ഷണമാണോ വീഴുന്നതൊക്കെയില്ല അവൻ ദൈവമരുവദിച്ച പരിഹാരം ഇതിന്റെ രാത്രി നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട് നമ്മോടൊപ്പമുള്ള കർത്താവ് നമ്മുടെ ഏത് ആവശ്യങ്ങളുടെ മുഖത്തും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രൈസ്തലോട്. അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ യഥാർത്ഥമായ സാന്നിധ്യം, യേശു കർത്താവിന്റെ കരുതൽ രുചിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയമുള്ളവരാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി ആരംഭിക്കുന്നത്. എത്രയെത്ര നന്മകൾ, എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയ ദൈവത്തെ, വാക്ക് പറഞ്ഞിട്ട് മാറാത്തവനായ കർത്താവിന്, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ വാക്ക് മാറിപ്പോയിപ്പോയി.
ഇന്നും ഇന്നും മാറാതെ നമ്മോടൊപ്പം നിൽക്കുന്ന ദൈവത്തിൽ പ്രൈസലോ ആ നല്ല കർത്താവിനെ എത്ര പേര് മ്യൂട്ട് ഓൺ ചെയ്യണം ഫസ്റ്റ് മ്യൂട്ട് ആണ് കുറച്ചാണ്. കേൾക്കാമോ പാസ്റ്റർ? കേൾക്കാം തുറന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ നല്ല ദൈവം ഇന്ന് രാത്രി സ്തുതിക്കുവാൻ ലഭിച്ച ഭാഗ്യമാണ്. അവന്റെ ആ സ്നേഹമോർത്ത് നിമിഷമുള്ളവരെല്ലാം Hallelujah, hallelujah, praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Praise Lord, hallelujah, hallelujah, hallelujah. നമ്മുടെ യേശു കർത്താവിന്റെ എന്ത് പറ്റി? പാസ്റ്റർ പ്രൈസ് ദി ലോർഡ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Praise the Lord, hallelujah, hallelujah. ഇവിടെ കണക്ഷൻ്റെതായ ഒരു പ്രയാസം ദൈവനാമത്തിൽ ക്ഷമിക്കണം ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് അതിൽ പാടി സ്തുതിക്കുന്നത്. സൗണ്ട് വരുന്നില്ല കേട്ടോ ദേവദാസനെ. എത്രയോ ആശ്ചര്യമേ എത്രയോ ആശ്ചര്യമേ അകറ്റിയ കണ്ടെടുത്ത അകറ്റിയ അവകാശം
തന്റെ കരുണ എത്രയോ സ്നേഹമാശ്ചര്യമേ തന്റെ കരുണ എത്രയോ സ്നേഹമാശ്ചര്യമേ അകറ്റിയ തന്റെ സ്നേഹത്താ നമ്മോട് കൂടെ ഇരിക്കുന്നത് രാത്രി അപ്രസമയോ ആരാധനയ്ക്ക് തടസ്സമായി വ്യാപരിക്കുന്നതായ എല്ലാ അന്ധകാരത്തിന്റെ പേരുകളെ അധികാരങ്ങളുടെ വിട്ടുമാറി ഇത് രാത്രി ആരാധിക്കുമ്പോൾ ചില വിടുതലുകൾ സംഭവിക്കപ്പെടുകയാണ്. ഇത് രാത്രി സ്മരിക്കുമ്പോൾ ഇതിന്റെ തലമുറകളിൽ ചില വിടുതലുകൾ വ്യാപരിക്കുകയാണ്. ഒരിക്കലായി കവികളെ ഇത് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മ എടുത്തു മാറ്റുകയാണ്. വിശ്വസിക്കുന്നവരാണ് ഈ അടയാള പോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അമ്മകത്തിന്റെ വെളിപ്പെടുകയാണ്. അതേ ഭാഷയെ സംസാരിക്കുന്നത് മനുഷ്യരോട് ദൈവത്തോട് സംസാരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തോട് സംസാരിക്കാം. ആത്മാവിൽ നമ്മുടെ ദൈവത്തിന്റെ രാത്രി മഹത്വം അർപ്പിച്ചു തുടങ്ങി. എത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തെ ഇന്നയോളം നമ്മെ കൊണ്ടുവന്ന അവനെ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട്. ഇതിനൊന്നും ഞങ്ങൾ യാതൊരു യോഗ്യതയില്ലാത്തവരായിരുന്നു. അങ്ങയുടെ ക്രൂശ് മരണം കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ആ ദൈവസ്നേഹം ഞങ്ങൾ ഓർക്കുന്ന സമുദ്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഇതാണ് ലോകം നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപത്തിനാണ്, നമ്മുടെ ശാപങ്ങൾക്ക് പരിഹാരമാണ്, നമ്മുടെ രോഗങ്ങൾ സൗഖ്യമായി നമ്മുടെ ഈശ്വര കർത്താവ് വരുവാനിടയിൽ ഇന്ന് രാത്രി എന്തൊക്കെ പറയുവാൻ കഴിയുന്നുണ്ട്. ഇത്ര സ്നേഹത്തെ എത്ര ഇത്ര ചുവരവോ സ്നേഹത്തെ എത്ര ഈ മഹാ പാപത്തെ
ഈ മഹാപാപത്തെ പാപത്തെ പാപത്തെ രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട്? അപ്പ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നതുകൊണ്ട് ഓ ഇന്ന് രാത്രിയോടെ ഞങ്ങൾക്ക് ഈ സന്തോഷം അനുഭവിപ്പാൻ കഴിയുന്നപ്പ. ഇസ്രായേൽ പൗരതയുടെ സംബന്ധമില്ലാതെ പുറംപറമ്പിൽ കിടന്ന ഞങ്ങളെയൊക്കെ നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പാനിടയായി ആശ്രയിക്കപ്പെട്ടു. ഇത് രാത്രിയോട് കൂടി വന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ ഈ മിനിസ്ട്രിയുടേതായ ഓരോ പ്രവർത്തനങ്ങളിലും വ്യാപരിക്കേണ്ടതിനായി ഇരട്ടി പങ്കിട്ട് ആത്മാവിന്റെ ഇരട്ടി പങ്കിട്ട് ചില അനുഗ്രഹങ്ങൾ, ചില നന്മകൾ ഈ മിനിസ്ട്രിയിൽ ദൈവം നൽകേണ്ടതിനായിട്ടാണ്. ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ അഭിമാനം ഒരിക്കലും വൃഥാവായി തീരുവാൻ കർത്താവ് അനുവദിക്കും. ശക്തമായ നിലയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുകയാണ് ഇന്ന് രാത്രി. ഇതിലേക്ക് ക്ഷണിച്ചതായ ബഹുമാനപ്പെട്ട ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. അല്പം സാങ്കേതികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നുവെങ്കിലും രാത്രിയിലും ഒരു കുറവും വരാതെ കൊണ്ട് നമ്മെ വചനത്താൽ ബലപ്പെടുത്തേണ്ടതിനായി ആ രാത്രിയിൽ നമ്മെ ശക്തിപ്പെടുത്തേണ്ടതിനായി പ്രത്യേകമായി നമുക്ക് ദൈവസനത്തിലേക്ക് സമർപ്പിച്ച് ആയിരിക്കാം. എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു കർത്താവിൻ്റെ ദാസനെ ദൈവം ഒത്തിരി മാനിക്കട്ടെ. വളരെ തിരക്കുകൾക്ക് നടുവിലും ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് അതിശക്തമായി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ അതിശക്തമായി ആ മണ്ണിൻ്റെ അകത്ത് ഉപയോഗിക്കപ്പെടുന്നുവല്ലോ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമുക്ക് ദൈവസനയിൽ പ്രാർത്ഥിക്കാം. വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കിയാട്ടെ. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ ലിലു ചാക്കോ തിരുവല്ല കർത്താവിൻ്റെ ദാസനെ ഓർത്ത്, ദാസിയെ ഓർത്ത്, 2 കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട്, തൻ്റെ ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തിനെ സ്തോത്രം ചെയ്ത് വലിയൊരു വിശാലത ഈ ദിവസങ്ങൾ വെളിപ്പെടട്ടെ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അന്ത്യകാലത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്.
ആമേൻ സ്തോത്രം. വലിയ ആമേൻ ഉണർവുകൾ തൻ്റെ ദാസൻ മുഖാന്തരമായി ശുശ്രൂഷ മുഖാന്തരമായി വെളിപ്പെടുവാൻ ദൈവത്തോട് ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂടി വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരാകുന്ന ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവ് ഇന്ന് രാത്രി ആമേൻ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളും ഈ രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവർ ദൈവസേനയിൽ പ്രാർത്ഥിച്ച്, നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾക്ക് നടുവിൽ ഇന്ന് രാത്രികാലം ഭാരത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ, വേദനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ, നിരാശയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി ഈ രാത്രികാലം വെളിപ്പെടുവാൻ എല്ലാവരും ആഴമായി ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ അഭിഷക്തന്മാർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാലാവസ്ഥയുടേതായ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ഒത്തിരി പേര് ഇന്ന് രാത്രികാലം ജോയിൻ ചെയ്യുവാനുണ്ടല്ലോ. എല്ലാവരും തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ, ഈ മീറ്റിംഗ് വലിയ അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ശുശ്രൂഷയ്ക്കായി നമ്മുടെ നടുവിലുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അതിശക്തമായി നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ ദാസനെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വലിയ കാര്യങ്ങളെ തൻ്റെ ദാസൻ മുഖാന്തരമായി നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. ന്യൂ പാസ്റ്റർ കുടുംബമായി ഓർത്ത് ആമേൻ നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും അതരങ്ങളെ തുറന്ന് ചില മിനിറ്റുകൾ ആഴമായി ആത്മാർത്ഥമായി ഇന്ന് രാത്രികാലത്തെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നാം ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്താണ് ആയിരിക്കുന്നത്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയെ ഓർത്ത് ദൈവസേനയിൽ പ്രാർത്ഥിച്ചാട്ടെ. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ, ചർച്ച് മിനിസ്ട്രികളെല്ലാം വലിയ വിശാലതയിലേക്ക് ദൈവപ്രവർത്തിയിലേക്ക് വഴി നടത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളും നടക്കുന്ന പ്രാർത്ഥനകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. മാസത്തിലെ പ്രാരംഭത്തിൽ 7 ദിനക്കാല ഉപവാസ പ്രാർത്ഥനകളെ ഓർത്ത് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും അതരങ്ങളെ തുറന്ന് ചില മിനിറ്റുകൾ ദൈവത്തോട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിമാർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസി ശിവ സുനിൽ ഇസ്രായേൽ, അതിനുശേഷമായി ജോയ്സ് ജോർജ് ആൻറ്റിയും പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി നമ്മളെ സഹായിക്കും. കർത്താവിൻ്റെ ദാസിമാർ തുടർന്നുള്ള സമയങ്ങളിൽ പ്രാർത്ഥനയിൽ സഹായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും കാരുണ്യവാനുമായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, ഈ മനോഹരമായ രാത്രി സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവെ മീറ്റിംഗുമായി അടുത്ത് വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എത്രയോ പേർ കർത്താവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇങ്ങനൊരു ഭാഗ്യം ലഭിക്കാതെ ആയിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ വിളിച്ചു വേദനിച്ചനും മക്കളും അവകാശികളുമാക്കി തീർത്ത ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി കരുണകൾക്കായി സ്തോത്രം. കർത്താവെ, ഈ ഗ്രൂപ്പിനെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലലുയ, ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുമാറണമേ. കർത്താവെ, ഹാലലുയ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഹാലലുയ ഈ ഗ്രൂപ്പിൽ കൂടി വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാസ്റ്റർ കുടുംബത്തിനായി നന്ദി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കുമാറണമേ. ഹല്ലേലൂയ കൂട്ടായ്മയെ കർത്താവ് അനുഗ്രഹിക്കുമാറണമേ. ഫാസ്റ്റിംഗ് പ്രയർ കർത്താവെ, ആഴ്ച നടക്കുന്ന എല്ലാ മീറ്റിങ്ങളെ അപ്പ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, കുടുംബമായി മാനിക്കണം. ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മുഖത്തും ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലൂയ. ദൈവമേ, ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ വർഷിപ്പ് ചെയ്ത ദൈവദാസനായി സ്തോത്രം. കർത്തായിരിക്കുന്ന മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കണം, കുടുംബമായി മാനിക്കണം. കർത്താവ് അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി മകനെ എടുത്ത് അധികം എടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മുഖത്ത് അക്കമിട്ട് കർത്താവ് മറുപടി കൊടുത്ത് മാനിക്കുമാറാണെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ വചനം പറയുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലൂയ. നിയമ കുടുംബമായി മാനികണമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ശുശ്രൂഷകളെല്ലാം കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാന് കർത്താവ് സഹായിക്കുമാറാണ്. ഈ നാളിൽ ദൈവനാമത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ എന്റെ കർത്താവെ നമുക്കളെ കുടുംബമായി എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാന് ഹാലൊരു മാനുഷിക ശബ്ദമല്ല സ്വർഗീയ ശബ്ദം കേട്ട് കർത്താവെ ഞങ്ങളായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് വൈകിയ സമയത്ത് കർത്താവ് ഞങ്ങളുടെ മധുരോഗികളായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവർക്ക് സൗഖ്യത്തെ കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനത്തെ കൊടുക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഗ്രൂപ്പിന്റെ അതിർ വിസ്തൃതമാക്കണമേ. കർത്താവെ, ഹല്ലേലൂയ. കടന്നു വരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ
സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹവും വിടുതലും നന്മയുമായിരുപ്പാന് എന്റെ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുന്നപ്പ നെറ്റിന്റെ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസം ഒന്നും ഉണ്ടാകാൻ സ്വർഗം അനുവദിക്കലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ദിവസത്തിന്റെ സന്ധ്യയായ സമയം കർത്താവ് സൂമിറ്റിങ്ങായി ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവ്, ഞങ്ങളുടെ രൂപത്തിന്റെ നാശ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കഴിഞ്ഞ നാളുകളൊക്കെയും നടത്തിയ മീറ്റിങ്ങുകളൊക്കെയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. മിനിസ്ട്രി കർത്താവ് ലോകമെമ്പാടും രാജ്യമെമ്പാടും അനുഗ്രഹിക്കപ്പെട്ട ഒരു മിനിസ്ട്രിയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ ദിവസവും കർത്താവ് ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. അതുപോലെ തന്നെ കർത്താവ് മാസത്തിലെ 7 ദിവസക്കാലം നടക്കുന്ന ഉപവാസ പ്രാർത്ഥന കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ, ഈ മിനിസ്ട്രിയിൽ കൂടി അനേകർ വിടുവിക്കപ്പെടുവാന്, അനേക ദേശങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാന് ഈ മിനിസ്ട്രിയിൽ കൂടി കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിക്കൊണ്ടു പോകുന്ന ഞങ്ങളുടെ ദേവദാസനെ കർത്താവ് കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അനുഭവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദാസന്റെ പോക്കിലെ വരവിലൊക്കെ ഞങ്ങളുടെ തിരുസാന്നിധ്യം കൂടിയിരിക്കുന്ന യാത്രകളിലൊക്കെയും കൂടിയിരിക്കുന്ന ശുശ്രൂഷകളുടെ മുഖാന്തരങ്ങളെയൊക്കെ ഒരുക്കി കൊടുക്കണമേ. നാളുകളൊക്കെയും കേട്ട ആലോചന പ്രകാരം ഞങ്ങളുടെ ദാസനെ കൂടി അനേകർ വിടുവിക്കപ്പെടുവാൻ, അനേക രാജ്യങ്ങളിൽ കർത്താവെ കടന്നുപോയി ഞങ്ങളുടെ നാമത്തെ ഉയർത്തിപ്പിടിപ്പാൻ ഞങ്ങളുടെ ദാസനെ കൂടി കർത്താവ് ഇടയാക്കണമേ. കുടുംബമായി മാനിക്കണമേ. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പാലാഴ്ച പാലവിടുകളിൽ നിന്നൊക്കെ പിടിക്കുന്ന കുഞ്ഞിനായ സ്തോത്രം. അവരുടെ പോക്കിലെ വരവിലൊക്കെ ഇതിനോട് കൂടെ ഇരിക്കണം. എടുത്ത കാര്യങ്ങളൊക്കെ കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ തിരുനാമം മഹത്വപ്പെടുവാൻ കർത്താവ് കുഞ്ഞുങ്ങളിൽ കൂടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസിക്കായ സ്തോത്രം. ഞങ്ങളുടെ ദാസ്യം ബലപ്പെടുത്തിക്കാട്ട് ശക്തി എരിച്ചാട്ട ശുശ്രൂഷകളെയൊക്കെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ കർത്താവ് ഒരുക്കി കൊടുത്ത് ദാസ്യം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നടത്തിക്കൊണ്ടു പോകുന്ന ആ സഭയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് ആ ദേശത്തൊക്കെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവമക്കളെയൊക്കെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഗാന ശുശ്രൂഷമായി കടന്നു വന്ന ഞങ്ങളുടെ ദേവദാസനെ കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ തിരുകൃപ കൂടെ ഇരിക്കണമേ. അനേക സ്ഥലങ്ങൾ അനേക രാജ്യങ്ങളിൽ കടന്നുപോയി ഞങ്ങളുടെ നാമത്തെ ഉയർത്തിപ്പിടിപ്പാൻ ഞങ്ങളുടെ ദാസനെ കൂടി കുടുംബമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് വചന സൃഷ്ടിയുമായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനിൽ കൂടി കേൾക്കുന്ന വചനങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഗ്രഹമായി തീരുവാന്, ഓരോരുത്തർക്കും അനുഗ്രഹം സമാധാന സന്തോഷമായി തീരുവാന് ഞങ്ങളുടെ ദാസനെ കർത്താവ് ഇടയാക്കണമേ. ശുശ്രൂഷിപ്പാനായി ബലപ്പെടുത്തണമേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളുടെ കുടുംബമായി ഞങ്ങളുടെ ദാസനെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുനാമം മഹത്വപ്പെടുവാന് ഈ രാത്രി കാലം കർത്താവ് ഇടയാക്കണമേ. ആരെങ്കിലും ദുഃഖത്തിലെ ഭാരത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവർക്ക് ആശ്വാസവും ബലവുമായി തീരുവാൻ ഇടയാക്കണമേ. രോഗികളായ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ അവർക്ക് വിടുതൽ ആശ്വാസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനങ്ങളെയൊക്കെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ തിരുനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ നാമത്തിൽ 2 മുതലൂടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളാമെന്ന് വായിച്ചതായ കർത്താവ് ഞങ്ങളുടെ കർത്താവ് മീറ്റിങ്ങിനകത്ത് കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് പ്രയോജനപ്പെടുന്ന ഒരു മിനിസ്ട്രിയെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണമേ. ആദ്യയുടെ ഞങ്ങളുടെ തിരുസാന്നിധ്യം കൂടെ ഇരുന്നാട്ട് കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയുടെ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ സഹായിച്ച കർത്താവിൻ്റെ ദാസിമാരുള്ള നന്ദിയും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലേക്ക് കർത്താവായ യേശുവിൻ്റെ വരവ് താമസിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് കർത്താവിന് വിശേഷാൽ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി മനോഹരമായി നമ്മുടെ നടുവിൽ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനോട് ഒരിക്കൽ കൂടി നന്ദിയെ ഞാൻ ഇത്തരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കുന്നുവല്ലോ. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. കർത്താവിൻ്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ, അതോടൊപ്പം തന്നെ മറ്റനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസി സുശീല സുരേഷ്, അതോടൊപ്പം തന്നെ
സുനിത ഉണ്ണി, ഡെയ്സി കോശി ആൻറ്റി, സാറാമ്മ അമ്മച്ചി, അതോടൊപ്പം തന്നെ ദീപ്തി ആൻറ്റി, ആമേൻ, അതോടൊപ്പം തന്നെ ജോയ്സ് ജോർജ് ആൻറ്റി, നബോമി പ്രെയർ ഗ്രൂപ്പ്, മറ്റ് സോദരം എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞങ്ങൾ ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഞങ്ങളെയും കുടുംബമായി ഈ മിനിസ്ട്രിയെ മുന്നോട്ട് നയിക്കുന്നത്. ഒത്തിരി പ്രിയപ്പെട്ടവർ വളരെ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. വിശേഷാൽ ഇന്ന് റേഞ്ച് ഇല്ലാത്തൊരു ഏരിയയിലായിരുന്നു. പലരും മെസ്സേജ് അയച്ചു, എനിക്ക് റിപ്ലൈ അയക്കാൻ കഴിഞ്ഞില്ല. ദീപ്തി ആൻറ്റിക്ക് മെസ്സേജ് അയച്ചു, അതിന് റിപ്ലൈ അയക്കാൻ കഴിഞ്ഞില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവ് ഒത്തിരി മാനിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. 46 സങ്കീർത്തനം പഠിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ അകത്ത് 1-ാം വാക്യം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവ തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, കഷ്ടങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മധ്യയിൽ ഏറ്റവും തുണയായിരിക്കുന്ന ഒരുവനേ ഉള്ളൂ, കർത്താവ്. അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ അകത്ത് പറയുന്ന ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങുവാൻ അവൻ സമ്മതിക്കുകയില്ല. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തേ. ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും ആരെല്ലാം നമ്മളെ സഹായിപ്പാൻ കഴിയത്തില്ലാത്തിടത്തും ജീവിതത്തിൽ നാം നിരാശപ്പെട്ട്, ഒറ്റപ്പെട്ട്, വേദനപ്പെട്ട്, മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുമ്പോഴും, കുലുങ്ങുമെന്ന് പിശാശ് വിധിയെഴുതുമ്പോഴും, കുലുക്കുമെന്ന് പിശാശ് വിധിയെഴുതുമ്പോഴും, നാം പോലും നമ്മുടെ മാനുഷികമാകുന്ന ചിന്തയ്ക്കകത്ത് കുലുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ച നാളുകളിലും കുലുങ്ങാതെ നിർത്തുന്ന ഒരു സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആരോടൊക്കെ ഉറപ്പ് നൽകുന്ന ഒരു ദൈവീയ സന്ദേശമാണ്. കുറിച്ചു വെച്ചോ, ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. ചില വിഷയങ്ങൾക്ക് നടുവിലേക്ക് ദൈവം മധ്യയായി വെളിപ്പെടാൻ പോകുക. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്, അത് കുലുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുന്ന പ്രതിസന്ധികളെ കണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ വിലയിരുത്തരുത്. അതിൻ്റെ അപ്പുറത്തോട്ട് അതിൻ്റെ മധ്യയിൽ ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഉറപ്പോടെ നിന്നു. കർത്താവിൻ്റെ ഭയങ്കരമാകുന്ന കരം നമുക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ഒരിക്കൽ അപ്പൻ്റെ ഭവനത്തിൽ ഓടിയ യാക്കോബ് ലൂസിൽ ചെന്നപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. അപ്പനില്ല, അമ്മയില്ല. കൂടാരവാസിയാകുന്നവൻ കൂടാരം വിട്ട് പുറത്തുപോയി. സ്വന്തം സഹോദരൻ വൈരാഗ്യ ബുദ്ധിയോടെ കൊല്ലുവാൻ ഓടിക്കുന്നു. പക്ഷേ അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എഴുതിയിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് ദൈവമുണ്ട്, സത്യം. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം ഒറ്റ കാര്യം പറഞ്ഞ് കർത്താവിൻ്റെ ദാസന് മൈക്ക് കൈമാറ്റം ചെയ്യുക. നമ്മൾ പോലും അറിയത്തില്ലാത്ത മേഖലകൾക്ക് മേൽ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ജീവിതത്തിൽ എല്ലാ വഴികളും വാതിലുകളും നിനക്ക് മുമ്പാകെ കൊട്ടിയടയ്ക്കുമ്പോൾ അതിൻ്റെ മധ്യയിൽ നിന്നുകൊണ്ട് ഒരുവൻ വിളിച്ചു പറയും, കുഞ്ഞെ നീ ഒറ്റയ്ക്കല്ല. നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ, വേദനകൾക്ക് നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ, നിരാശപ്പെട്ടു പോയ ഇടത്ത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഞാൻ നിന്നോട് അരുളി ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും. ഞാൻ നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറകളോട്, നിങ്ങളുടെ മിനിസ്ട്രിയോട്, നിങ്ങളുടെ ജീവിതത്തോട് ദൈവം എന്തെല്ലാം പറഞ്ഞു അതെല്ലാം നിവർത്തിച്ചെടുക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തേ. ദൈവം അതിൻ്റെ മധ്യമുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ആ ദൂതനെ ഒന്ന് എല്ലാവരും വിശ്വസിച്ച്. എല്ലാ പ്രതിസന്ധികൾക്ക് നടുവിൽ നാം വിചാരിക്കാറുണ്ട്, ദൈവമേ നീ ഇതൊക്കെ കാണുന്നില്ലയോ, ഞാൻ ഒറ്റയ്ക്കല്ലേ? അല്ല കേട്ടോ. ദൈവം അതിൻ്റെ മധ്യമുണ്ട്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രേരണ തന്നുകൊണ്ടാണ് ആ വചനത്തിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിച്ചത്. ക്രിസ്തുവിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നിബു കുര്യൻ, കർത്താവിൻ്റെ ദാസനുള്ള നന്ദിയും സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ മിനിസ്ട്രിക്ക് ഏറ്റവും അനുഗ്രഹമാണ് കർത്താവിൻ്റെ ദാസനും കുടുംബവും. നമ്മുടെ എല്ലാ മീറ്റിങ്ങിനും കർത്താവിൻ്റെ ദാസൻ ജോയിൻ ചെയ്യുകയും നമുക്ക് ആവശ്യമായി നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. കരങ്ങളെ തട്ടിക്കൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ സ്വീകരിക്കാൻ 2-ാം പ്രാവശ്യമാണ് വചനവുമായിട്ട് നമ്മുടെ മധ്യയിലായിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വചനം എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം വളരെ പ്രതീക്ഷയോടെ തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടെ നാം ഒരുമിച്ച് കരങ്ങളെ തട്ടി കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വീകരിക്കാൻ. കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ചാലും. Praise the Lord. Hallelujah. Hallelujah.
എന്റെ ശബ്ദം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ നാമം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കുന്ന നല്ല സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഇതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയ അനീബൈ പാസ്റ്റർ, അനി ജോർജ് പാസ്റ്റർ, മറ്റു ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവജനം എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി, അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആമേൻ, ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ പോലെ, ആമേൻ, സ്തോത്രം, നമ്മുടെ മധ്യേ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആമേ, നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുന്നു. ആമേ, ദൈവദാസൻ പറഞ്ഞ ആ വാക്യങ്ങളോട് ചേർന്ന് ഞാൻ തുടർന്ന് കണ്ടിന്യൂ ചെയ്യുവാണ്. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവ് ആമേ, സ്തോത്രം, ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. ആമേ, നാം കുലുങ്ങി പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ, കുലുങ്ങി പോകുന്ന അനേക അവസരങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ കുലുങ്ങി പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇവിടെ കാനഡയിലെ വിൻസർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വിന്റർ ഒക്കെ ആരംഭിച്ചു. അതുകൊണ്ട് നല്ല തണുപ്പാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ തൊണ്ടയ്ക്ക് വേദനയും ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ ദാസനോട് വിളിച്ച് പറയണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചു, ഇന്നൊന്ന് ഒഴിവാക്കി തരണം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും വേണ്ട, ശുശ്രൂഷിക്കാം, ദൈവം ശക്തീകരിക്കുമെന്നുള്ള ഒരു ബോധ്യത്തോടെ ഇന്ന് രാത്രികാലം ഞാൻ ആയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ ആ ചിന്തയോട് ഒന്നിച്ച് തന്നെ ഒരു വാക്യം കൂടെ വായിക്കാം. ആമേൻ. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ആമേൻ. ഹല്ലേലൂയ. മതി. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നുവോ? അവൻ ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യഹോവ നമ്മുടെ മധ്യേ ഉണ്ട്. അതുകൊണ്ട് ആമേൻ, നീ ചതഞ്ഞാലും, ആമേൻ, സ്തോത്രം, നീ ഒടിഞ്ഞു പോകുവാൻ, നീ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രവചന പുസ്തകത്തിൽ, യെശയ്യാവിന്റെ ഈ പ്രവചന പുസ്തകത്തിൽ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള പ്രവചനങ്ങളാണ് കൂടുതലും നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ ഒഴിച്ചാൽ, ആമേൻ, സ്തോത്രം, ഏറ്റവും അധികം ആമേൻ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ വേറൊരു പുസ്തകം, പ്രവചന പുസ്തകം വേറെ ഇല്ല. ആമേൻ. സ്തോത്രം. ക്രിസ്തുവിനെ വളരെ വ്യക്തമായി, ആമേൻ, സ്തോത്രം, ഈ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ആമേൻ നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 42-ാം അധ്യായത്തിൽ 1-ാം വാക്യങ്ങൾ പോലും പറയുന്നത്, ആമേൻ, സ്തോത്രം, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ആമേൻ. സ്തോത്രം. യേശുവിനെ കുറിച്ച്, ആമേൻ, സ്തോത്രം, സ്വർഗം പറഞ്ഞത്, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ചിലർമേൽ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം പ്രസാദിച്ച നമ്മളെ, ആമേൻ, സ്തോത്രം, ഒരു പിശാചിനും തൊടുവാൻ കഴിയത്തില്ല. ആമേൻ. നിന്നെ ഒടിച്ചു കളയുവാൻ, ആമേൻ, പിശാച് പല പദ്ധതികളും പ്ലാനുകളുമായി വരുമ്പോൾ, അതിന്റെ നടുവിൽ, ആമേൻ, നിന്നെ ഒടിച്ചു കളയാതെ നിന്നെ നേരോടെ നിവർന്നു നിൽക്കുവാൻ സഹായിക്കുന്ന സ്വർഗത്തിലെ ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ നോക്കി പലരും പറയും, നീ ഒടിഞ്ഞു പോകുമെന്നും, ആമേൻ, നീ നിവർന്നു നിൽക്കത്തില്ലെന്നും,
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ നോക്കി പറഞ്ഞാലും സ്വർഗം ഇന്ന് രാത്രികാലം നിന്നോട് പറയുകയാ, നീ ഒടിഞ്ഞു പോകത്തില്ല. ആമേൻ സ്തോത്രം. നീ ആമേ കെട്ടുപോകത്തില്ല. ആമേൻ സ്തോത്രം. ദൈവം നിന്നെ നേരോടെ നിവർത്തി നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്റെ വീട് നാട്ടില് ഈ മണിമല എന്ന ദേശത്താണ്. മണിമല വളരെ പ്രശസ്തമാണ്. മണിമല ആറൊക്കെ വളരെ പ്രശസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആറിന്റെ തീരം വഴി ഈ ഓട ഇങ്ങനെ വളഞ്ഞ് ആമേൻ സ്തോത്രം ഈ ആറ്റിലേക്ക് നിൽപ്പുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിലൊക്കെ ആമേൻ നമുക്ക് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ചിലതൊക്കെ ഒടിഞ്ഞ ചതഞ്ഞ ഓടകൾ കാണാം. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇത് തഴച്ചു വളർന്ന് നിന്ന ഓടകളാണ്. അതിനകത്ത് പച്ചപ്പുണ്ടായിരുന്നതാണ്. ഒരു കാലത്ത് പുഷ്ടിയോടെ വളർന്നതാണ്. ആമേൻ സ്തോത്രം. എന്നാൽ ഏതോ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ, ദണ്ഡനങ്ങൾ, ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ, ദണ്ഡനങ്ങൾ ഈ ഓടയോ ചതച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ചതച്ചിട്ടും ഒടിഞ്ഞു പോകാതെ ആ ഓട അവിടെ നിൽക്കുകയാണ്. ജീവിതത്തിൽ വന്ന ചില പ്രതിസന്ധികൾ, ദണ്ഡനങ്ങൾ, ഹല്ലേലൂയ, ചില വേദനകൾ നിന്നെ ചതച്ചു കളഞ്ഞിട്ടും ഇന്ന് രാത്രികാലം നീ നേരോടെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലത്രേ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പച്ചപ്പ് പോലും നഷ്ടപ്പെടുവാ എന്ന് തോന്നുന്ന സമയത്ത് ദൈവം നിന്നെ സ്തോത്രം പുതിയൊരു കിളിർപ്പ് ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് കിളിർന്നു വന്ന വളർന്നു വന്ന ആ നാമ്പിനെ പോലും നുള്ളിക്കളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കിയപ്പോൾ, ഹല്ലേലൂയ, മകനെ നിന്നെ തൊടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പിശാചിന് നിന്നെ തൊടുവാൻ, നിന്റെ മക്കളെ തൊടുവാൻ, നിന്റെ കുടുംബത്തെ തൊടുവാൻ, നിന്റെ ഹല്ലേലൂയ തലമുറകളെ തൊടുവാൻ പിശാചിനെ സമ്മതിക്കാതെ നിന്നെ വളരുമാറാക്കിയത് സ്വർഗത്തിലെ ദൈവമത്രേ. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന ദേശത്തിൽ ആമേൻ സ്തോത്രം നിന്നെ പറിച്ചു കളയുവാൻ, വേരോടെ പറിച്ചു കളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കി. ഹല്ലേലൂയ. ഉടയാ മനയാ റിഗനാ ഹഷ്ടഭൗഡവലഗനഹസ്യാന്തര. ഹല്ലേലൂയ. നിന്റെ ദേശത്തിൽ നിന്ന് പോലും പറിച്ചു കളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കിയപ്പോൾ, ഹല്ലേലൂയ, മകനെ നിന്നെ സ്തോത്രം നിർത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ രാത്രികാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ചില പ്രതിസന്ധികളെ ജീവിതത്തിൽ ഇട്ട് നിന്നെ ഓടിച്ചു കളയുവാൻ, ഹല്ലേലൂയ, ദേശത്തിൽ നിന്ന് പോലും ഓടിച്ചു കളയുവാൻ, ഹല്ലേലൂയ, ദൈവം നിന്നെ നിർത്തിയ ദേശത്തിൽ ഹല്ലേലൂയ, നീ നിൽക്കത്തില്ലെന്നും നീ ഒടിഞ്ഞു പോകുമെന്നും, ഹല്ലേലൂയ, നിന്നെ കുറിച്ച് പറഞ്ഞില്ലേ, വാക്ക് നീ കേട്ടില്ലേ? ആമേൻ, ആമേൻ, ആമേൻ. എന്നാൽ നീ നിർത്തിയ ദേശത്ത്, ദൈവം നിന്നെ നിർത്തിയ ദേശത്ത്, സ്തോത്രം, ഇതിനകത്ത് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചിലരോട് ഇടപെടുന്നു. ഹല്ലേലൂയ, നിന്നെ നിർത്തിയ ആ ദേശത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, എത്ര നാൾ നീ നിൽക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് തീരുമാനിക്കും. ഹല്ലേലൂയ. അതിനു മുമ്പ് പറിച്ചു കളയുവാൻ ഒരു ശത്രുവും അനുവദിക്കത്തില്ല. ശത്രുവിനെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ നോക്കി പറഞ്ഞില്ലേ നിന്റെ അസ്തമനമായെന്ന്? നിന്റെ അസ്തമനമാണെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രികാലം പറയുക, നിന്റെ അസ്തമനമല്ല. ലോകം നിന്നെ നോക്കി പറയും നീ അസ്തമിക്കുവാൻ പോകുന്നു. നിന്റെ അസ്തമനമായി എന്ന് സ്തോത്രം പറയുമ്പോൾ സ്വർഗം ഇന്ന് രാത്രികാലം പറയുക, നിന്റെ അസ്തമനമല്ല, നിന്റെ ഉദയം ഇവിടുന്ന് തുടങ്ങുകയാ. ഹല്ലേലൂയ. നിന്നെ ഉദിപ്പിക്കുവാൻ,
ആമേൻ സ്തോത്രം, പുതിയൊരു നാമ്പ് തരുവാൻ, പുതിയൊരു ഉദയം തരുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണെന്ന്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 10 വയസ്സുള്ള ഒരു ബാലകൻ, അവനാകെ ഉണ്ടായിരുന്നത് അവന്റെ അപ്പൻ മാത്രമാണ്. അവന്റെ അപ്പ മാത്രമാണ് അവൻ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ബാലകന്റെ അപ്പൻ വളരെ രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആമേൻ സ്തോത്രം. രോഗബാധിതനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈ കുഞ്ഞിനോട് ഡോക്ടർ പറഞ്ഞു, ആമേൻ സ്തോത്രം, ആകെ ഉണ്ടായിരുന്ന അവന്റെ ആശ്രയമായിരുന്ന അവന്റെ അപ്പൻ, ആമേൻ സ്തോത്രം, ഡോക്ടർ അവനോട് പറഞ്ഞു, മോനെ, നിന്റെ അപ്പ അധികം കാലം ഇനി ജീവിച്ചിരിക്കത്തില്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ കൊടുത്താൽ സ്തോത്രം നിന്റെ അപ്പ ജീവിക്കുമെന്ന് ആ കുഞ്ഞു ബാലകനോട് പറഞ്ഞു. ആമേൻ സ്തോത്രം. ഇവൻ ആകെ മനസ്സിലായത് ദൈവത്തെ കൊടുത്താൽ ആമേൻ സ്തോത്രം അവന്റെ അപ്പ ജീവിക്കും. അത് മാത്രമാണ് അവന് മനസ്സിലായത്. അവന്റെ കയ്യിലെ $2 ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. ഈ $2 വെച്ച് അവൻ പല കടകളിൽ കയറി ഇറങ്ങി, ഒന്നിനു പുറകെ ഒന്നായി പല കടകളിൽ കയറി ഇറങ്ങി ദൈവത്തെ മേടിക്കുവാൻ. എന്റെ അപ്പാടടുക്കെ ആമേൻ സ്തോത്രം ദൈവത്തെ മേടിച്ച എന്റെ അപ്പാടടുക്ക് കൊണ്ടു കൊടുത്താൽ എന്റെ അപ്പ സൗഖ്യമാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഈ $2 വെച്ച് ഞാൻ ദൈവത്തെ മേടിക്കും. ആമേൻ സ്തോത്രം. എന്റെ അപ്പായ്ക്ക് ഞാൻ കൊണ്ടു കൊടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവന്റെ വിശ്വാസത്തെ കണക്കിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ആ കുഞ്ഞു ബാലകനെ, സ്തോത്രം, ഹല്ലേലൂയ, അവസാനം അവനൊരു കടയിലെത്തി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു 50 വയസ്സിന് പ്രായമുള്ള ആ കടക്കാരൻ ആ മോനോട് ചോദിച്ചു, മോനെ, നിനക്ക് എന്നാ വേണം? അവൻ പറഞ്ഞു, എന്റെ കയ്യില് $2 ഉണ്ട്, എനിക്ക് ദൈവത്തെ വേണം. ഹല്ലേലൂയ. ആ മനുഷ്യൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, ഓക്കെ മോനെ, ഞാൻ ഈ $2 ഞാൻ മേടിക്കുകയാണ്, നിനക്ക് ദൈവത്തെ ഞാൻ നിന്റെ അപ്പ കിടക്കുന്ന ഹോസ്പിറ്റലില് ഞാൻ എത്തിച്ചേക്കാം, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അവൻ തിരികെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ ആമേൻ സ്തോത്രം അവന്റെ അപ്പ സൗഖ്യമായി ഹോസ്പിറ്റലിൽ. ആമേൻ. അത് മാത്രമല്ല, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സൗഖ്യമായി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ, ഈ കുഞ്ഞറിയാതെ ഹോസ്പിറ്റലിലെ സകല ബില്ലുകളും അവിടെ പേ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം ദൈവത്തെ അന്വേഷിച്ച നീ ഇറങ്ങിയെങ്കിൽ ആമേൻ സ്തോത്രം നീ അസ്തമിച്ചു പോകുവാൻ ഇടയാകത്തില്ല. ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ സേവിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നിന്റെ തലമുറയായി 7 തലമുറകൾ വരെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുന്ന ബുദ്ധിമാന്മാരുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ നിന്റെ കുടുംബത്തെ ഹല്ലേലൂയ ദൈവം അനാഥമാക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കൊരു നല്ല ഭവനം ഉണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ കാണുന്നവരത്ര മാനിച്ചുകൊണ്ട് വരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കാണുന്നവരത്ര സ്തോത്രം അംഗീകാരം തന്നു എന്ന് വരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തെ അന്വേഷിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവം നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഹല്ലേലൂയ ദൈവത്തെ മാനിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ സ്തോത്ര ചില മാന്യതകൾ രാത്രികാലം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഹല്ലേലൂയ, ഈ ദൈവീയ അഭിഷേകമാണ് പലരുടെ മുന്നിൽ എന്നെ എഴുന്നേറ്റ് നിർത്തുവാൻ മാന്യനായി നിർത്തിയത്. ദൈവം എന്റെ മേൽ പകർന്ന ഈ ദൈവീയ അഭിഷേകമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്റെ ചെറുപ്രായത്തിൽ, എന്റെ 13-14 വയസ്സുള്ള 13 വയസ്സിൽ തന്നെ
ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ഞാൻ പലപ്പോഴും കണ്ണുനീരോടെ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഹല്ലേലൂയ, അമ്മേ സ്തോത്രം. പഠിക്കുവാൻ വലിയ അമ്മേ ബുദ്ധിയുള്ളവനൊന്നും അല്ല ഞാൻ, സ്തോത്രം ഹല്ലേലൂയ. അമ്മേ സ്തോത്രം, വലിയ അമ്മേ ചാതുര്യമുള്ളവനൊന്നും അല്ല ഞാൻ. അമ്മ മോശ പറഞ്ഞതുപോലെ തടിച്ച നാവുള്ളവനായിരുന്നു. അമ്മ തടിച്ച നാവുള്ള, സംസാരിക്കുവാൻ ഇപ്പോഴും മര്യാദയ്ക്ക് സംസാരിക്കുവാൻ, ഒരു മനുഷ്യനോട് മര്യാദയ്ക്ക് സംസാരിക്കുവാൻ അറിയാത്തവനാ ഞാൻ. അവൻ എങ്ങനെ അവൻ സംസാരിക്കണമെന്ന് അറിയാത്തവനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവീയ അഭിഷേകം എന്നെ പലരുടെ മുന്നിൽ മാന്യനായി നിർത്തിയിട്ടുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. എന്റെ മേൽ വന്ന ദൈവത്തിന്റെ അഭിഷേകം അവൻ പലരുടെ മുന്നിൽ അവൻ സ്തോത്രം മാന്യതയോടെ അവൻ സംസാരിക്കുവാനും ഇടപെടുവാനും നിന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ രാത്രിയിൽ ചിലരുടെ മേൽ ദൈവം പകരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ നിങ്ങളെയും ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലിനായി രാത്രികാലം ദൈവത്തിന് നന്ദി പറയാമോ? നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സ്തോത്രം. നിനക്ക് നിന്റെ കൂട്ടുകാർക്ക് ലഭിക്കാത്ത പലതും, നിന്റെ കുടുംബക്കാർക്ക് ലഭിക്കാത്തത് പലതും ദൈവം നിന്റെ കരത്തിൽ തന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് നന്ദി പറയണം. സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തികമായ ഒരുപക്ഷെ അവരെക്കാളും താണിരിക്കുകയായിരിക്കാം. പക്ഷെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നിന്റെ കൂടെ നിൽക്കുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ അതേ വാക്കൊന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു. ദൈവം നിന്റെ മധ്യയിരിക്കുന്നു. ദൈവം നിന്റെ കുടുംബത്തിന്റെ മധ്യയിരിക്കുന്നു. ആമേൻ. അതോർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, കൈകൊട്ടി പാടുക എനിക്ക് കാരണങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ആരാധിക്കാൻ കാരണങ്ങളുണ്ട്. ഇന്ന് രാത്രികാലം ആരാധിക്കുവാനും സ്തുതിക്കുവാനും കാരണമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവനാണ്ടി, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിനക്ക് കൈകൊട്ടി പാടുവാൻ കാരണങ്ങളുണ്ട്. ദൈവം ചെയ്ത ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിനകത്തേക്ക് ഒരു ദൈവശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരിക്കുവാൻ കിടന്നവനെ പോലും ആമേൻ എഴുന്നേൽപ്പിച്ചവനായ എന്റെ ദൈവം. ആമേൻ. മരിക്കുവാൻ ഓടിപ്പോയി മരുഭൂമിയിൽ ഒരു ദിവസം യാത്ര ചെയ്ത് ചൂരച്ചെടിയിൽ തണലിൽ കിടന്ന ഏലിയാവിനെ ആമേൻ, സ്തോത്രം, അവിടുന്ന് തട്ടി എഴുന്നേൽപ്പിച്ച ആമേൻ, ഹല്ലേലൂയ, ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച ആമേൻ, നിനക്ക് യാത്രകളുണ്ട്, എഴുന്നേറ്റ് തിന്നുക എന്ന് ഏലിയാവിനോട് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒന്ന് രാജാക്കന്മാർ, ഫസ്റ്റ് കിങ്സ്, chapter 19 verse 1 to 5. ഏലിയാവ് ചെയ്തതൊക്കെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദ ഉൾപ്പെടെ ബെർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചുരുൾ ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്ത് കൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ
അവനെ തട്ടി അവനോട് എഴുന്നേറ്റു തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു ആമേൻ. കുടിച്ചു മതി. പിന്നെയും കിടന്നുറങ്ങി. ഹല്ലേലൂയ. ഏലിയാവ് താൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞ ഏലിയാവ് ബാലിന്റെ സ്തോത്രം പ്രവാചകന്മാരുടെ മുന്നിൽ സ്തോത്രം ദൈവശക്തിയെ തീയിറക്കി ദൈവശക്തിയെ വെളിപ്പെടുത്തിയ ഏലിയാവ് സ്തോത്രം ഇപ്പോൾ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് പേടിച്ച് ഹല്ലേലൂയ മരുഭൂമിയിൽ ഒരു സ്തോത്രം ദിവസം യാത്ര ചെയ്ത് ഒരു വഴി നടന്ന് ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുകയാ. ഒരു കാലഘട്ടത്തിൽ ഭയം കൂടാതെ സ്തോത്രം ബാലിന്റെ പ്രവാചകന്മാരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നവൻ ഒരു മനുഷ്യന്റെ ഒരു വാക്ക് കേട്ട് പേടിച്ച് അവിടുന്ന് ഓടിപ്പോകുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം സ്തോത്രം നീ ചതഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ചില വാക്കുകളുടെ മുന്നിൽ നീ ചതഞ്ഞു പോകുവാൻ സ്തോത്രം. ദുഷ്ടൻ നിനക്കെതിരെ പറയുന്ന, നിന്നെ തകർത്ത് കളയുമെന്ന് പറയുന്ന ചില വാക്കുകളുടെ മുന്നിൽ നിന്നെ ഒതുക്കി കളയുവാൻ സ്തോത്രം ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയിൽ നീ പട്ടുപോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന്, ഈ മരുഭൂമിയിലെ ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് നീ നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീ ഒരു വാക്ക് കേട്ടിട്ടല്ല നീ ഭയപ്പെട്ടു നിൽക്കുന്നത്. സ്തോത്രം. നിനക്കെതിരെ പറഞ്ഞ ഒരു വാക്ക് കേട്ടിട്ടല്ലേ സ്തോത്രം നീ ഭാരപ്പെട്ടു നിൽക്കുന്നത്. ഇന്ന് രാത്രികാലം ചില വാക്കുകളെ കേട്ട് ഭാരപ്പെട്ടു നിൽക്കുന്ന സ്തോത്ര ഹല്ലേലൂയ ദൈവദാസിയെ സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രികാലം നിന്നോട് പറയുകയാ, നീ കേട്ട വാക്കിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ദൈവം അതിനകത്ത് ചില പ്രവർത്തികളെ എന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാ. സ്തോത്രം. നീ കേട്ട വാക്കിനെ ഓർത്ത് ഇന്ന് രാത്രികാലം ഭാരപ്പെടണ്ടെന്ന്, നീ പേടിക്കണ്ടെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നീ കേട്ട വാക്ക് ഒരുപക്ഷേ നിന്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കാം, നിന്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കാം, നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കാം. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം പറയുന്നു, ദൂതനെ അയച്ച് നിന്നെ വിടുവിക്കുവാൻ ചില ദൈവ പ്രവർത്തികളെ ഇത്ര ദൂരത്തിൽ പോലും, എത്ര ദൂരത്തിലാണെങ്കിലും നിന്റെ വിഷയം നീ ഇരിക്കുന്നിടത്ത് നിന്ന് എത്ര ദൂരത്തിലാണെങ്കിലും ആ വിഷയത്തെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു യാത്ര, ഒരു മരുഭൂമി യാത്ര സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസത്തെ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഏലിയാവിനെ തോളിൽ തട്ടി എഴുന്നേൽപ്പിക്കുക ദൂതൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ചിലരെ സ്തോത്രം തോളിൽ തട്ടി എഴുന്നേൽപ്പിക്കുന്നു. മകനെ, മകളെ, നീ ക്ഷീണിച്ചിരിക്കേണ്ടവനല്ല. നീ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് കിടന്ന് ഉറങ്ങുവാനുള്ളവനല്ല. ദൂതൻ ഇന്ന് രാത്രികാലം തട്ടി ഉണർത്തുകയാ, നീ എഴുന്നേറ്റ് തിന്നുക. ഹല്ലേലൂയ. ഈ രാത്രികാലം ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. എന്നെ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ്. നിന്റെ പ്രാർത്ഥന കൊണ്ടും നിന്റെ ആരാധന കൊണ്ടും ഇത്ര നാൾ നീ ആരാധിച്ചില്ലേ, ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ചില്ലേ, സ്തോത്ര. ഹല്ലേലൂയ. നീ ഒന്നും കണ്ടില്ലല്ലോ, നിന്റെ മറുപടി ഒന്നും കണ്ടില്ലല്ലോ എന്ന് നോക്കി പറയുന്നവരെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് രാത്രികാലം പറയുക, മോളെ, നീ ക്ഷീണിച്ചു പോകരുത്. അങ്ങനെ നീ ക്ഷീണിച്ചു പോകരുത്. നിന്റെ പ്രാർത്ഥനയിൽ നീ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ചിലരെ ഇന്ന് രാത്രികാലം ദൂതൻ
തോളിൽ തട്ടി എഴുന്നേൽപ്പിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. തിന്നുക. ആമേൻ സ്തോത്രം. രണ്ടാമത് ദൂതൻ തോളിൽ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ആമേൻ. ഫസ്റ്റ് ആദ്യം തട്ടിയപ്പോൾ, ആമേൻ സ്തോത്രം, തോളിൽ തട്ടിയപ്പോൾ ദൂതൻ അവനോട് പറയുന്നു, നീ തിന്നുക. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, കനലിൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. നിനക്ക് വേണ്ടി കരുതേണ്ടത് കരുതി. ആമേൻ സ്തോത്രം. തക്ക സമയത്ത് തട്ടി ഉണർത്തും. ആമേൻ സ്തോത്രം. നിന്നെ തട്ടി ഉണർത്തിയിട്ടല്ല ദൈവം നിനക്ക് തരുന്നത്. നിനക്ക് തരുവാനുള്ളത് ഒരുക്കി വെച്ചിട്ട് അവിടുന്ന് നിന്നെ തട്ടി ഉണർത്തും. സ്തോത്രം ഹല്ലേലൂയ. തട്ടി ഉണർത്തിയപ്പോൾ അവൻ കാണുന്നത് കനൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടുന്നത് ദൈവം കരുതും. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലയ്ക്കൽ ദൈവം ചിലത് കരുതി വച്ചിട്ടുണ്ട്. നിനക്ക് യാത്ര ചെയ്യുവാനുള്ളത്, നിനക്ക് മുന്നിലേക്ക് പോകുവാനുള്ളത് ദൈവം കരുതി വച്ചിട്ടുണ്ട്. ഈ വചനങ്ങളെ റിസീവ് ചെയ്യുന്നവർക്ക്, ഇന്ന് രാത്രികാലം ഈ വചനങ്ങളെ റിസീവ് ചെയ്യുന്നവർക്ക് ഇതിന്റെ വിടുതലുകൾ വ്യാപരിക്കുക. ദൈവം ചിലതിനു വേണ്ടി കരുതുന്നു. നീ കരുതിയിട്ടില്ലെങ്കിലും സ്വർഗത്തിന് നിന്നെ കുറിച്ച് നല്ല കരുതലുണ്ട് കേട്ടോ. സ്വർഗത്തിലെ അപ്പന് നിന്നെ കുറിച്ച് കരുതലുണ്ട്. നിന്റെ മക്കളെ കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭാവിയെ പറ്റി ദൈവത്തിന് കരുതലുണ്ട്. ഹല്ലേലൂയ. ദൂതൻ കരുതി വച്ചിട്ട് സ്വർഗത്തിലെ ദൈവം തലക്കൽ കരുതി വച്ചിട്ട്, സ്തോത്രം ഹല്ലേലൂയ, ദൂതൻ തട്ടിയത്, തോളിൽ തട്ടിയത്. മോനെ എഴുന്നേൽക്ക്. നീ എഴുന്നേൽക്ക്. തിന്ന്. നിനക്ക് ദൂരെ യാത്ര പോകുവാനുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഇത് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം ചിലതിനു വേണ്ടി കരുതുകയാ. ഹല്ലേലൂയ. ദൈവം ചിലതിനു വേണ്ടി കരുതുകയാ. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മക്കളുടെ ഭാവിയെ ചിന്തിക്കുന്ന ചിലരോട് ഹല്ലേലൂയ, നീ ദൈവം ചിലത് തക്ക സമയത്ത് കരുതി വച്ചിട്ടുണ്ട്. ദൈവം കരുതി വച്ചിട്ടുണ്ട്. നീ ചിന്തിക്കുന്നതിനപ്പുറം ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നതിനപ്പുറം ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും നമുക്ക് വേണ്ടി. വിശ്വസിക്കുന്നവരുണ്ടോ? രാത്രികാലം അതിന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഹല്ലേലൂയ ദൈവജനം അതിന് ആമേൻ പറ. ഹല്ലേലൂയ. ദൈവം ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം ദൈവത്തിന്റെ കരുതൽ എനിക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സ്തോത്ര ഹല്ലേലൂയ, നിന്നെ പ്രകാരം വിളിച്ചിരിക്കുന്നവർ സകലതും നന്മക്കായി കൂടിയാവരിക്കുന്നു. എന്റെ ദൈവം എന്തൊക്കെ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ചെയ്തോ അതൊക്കെ എനിക്ക് വേണ്ടി നന്മയ്ക്കായാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുകയാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൂതന്മാർക്ക് വേണ്ടി സ്തോത്രം. ദൂതന്മാർ നമ്മുടെ സേവക ആത്മാക്കളാകുന്നു. ദൂതൻ നിനക്ക് മുൻപായി ചില ഇടങ്ങളിൽ പോകും, നിനക്ക് വേണ്ടി സംസാരിക്കും. ദൂതൻ നിനക്ക് വേണ്ടി മുന്നേ പോയി സംസാരിക്കും. സംസാരിക്കേണ്ടവരോട് ദൈവത്തിന്റെ ദൂതനെ സ്വർഗത്തിലെ ദൈവം അയച്ച നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായർ 2:13-14 വരെ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോൾ എന്റെ വലത്തുഭാഗത്തിരിക്കാം. എന്ന് ദൂതന്മാർ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവക ആത്മാക്കളല്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. ദൂതന്മാരെ സ്തോത്രം. ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ
ഇറങ്ങി ആമേ സ്തോത്രം നമുക്ക് വേണ്ടി ഇറക്കി തരും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് സ്തോത്രം ദൂതൻ ഇടപെട്ടു. സ്തോത്രം സാരാമച്ച് ചിരിച്ചു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ദൂതൻ ഇറങ്ങിയാൽ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയാൽ അവിടെ ഒരു അത്ഭുതമുണ്ട് കേട്ടോ. ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ, സ്വർഗത്തിൽ നിന്ന് ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ അവിടെ ഒരു അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുമ്പോ സ്തോത്രം അവിടെ സ്തോത്രം ദൂതൻ തട്ടിയത് നമുക്ക് മനസ്സിലാകാം. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി ദൂതൻ. സ്തോത്രം ഹല്ലേലൂയ. ദൂതൻ വിലാപ്പുറത്ത് തട്ടി. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. അറയിൽ അവിടെ വായിക്കുന്നു, അറയിൽ വെളിച്ചം. വെളിച്ചം കണ്ടു. സ്തോത്രം. ദൈവം ദൂതൻ വിലാപ്പുറത്തു തട്ടിയപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു. സ്തോത്ര ഹല്ലേലൂയ. ചില ചങ്ങലകൾ സ്തോത്രം ദൂതൻ തട്ടുമ്പോൾ ചില ചങ്ങലകൾ അഴിയും. ഹോരബ ശംദര ജുബലവല ഘടക ശംദര വികര ഘടക ശംദര. നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ചങ്ങലകൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് തട്ടുമ്പോൾ ഹല്ലേലൂയ ചങ്ങലകൾ അഴിയും. നീ ഒരിക്കലും എത്തിപ്പെടത്തില്ലെന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിൽ പോലും, അറയ്ക്കകത്ത് പോലും ദൈവത്തിന്റെ പ്രകാശം വീശും. ഹല്ലേലൂയ. ഹോരബ ശംദരേ ലഖമോനിയധര അസ്താജാന ഹസ്തരഗന. ഹല്ലേലൂയ. സ്തോത്ര ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത ഇടത്തിൽ സ്തോത്ര അറയ്ക്കകത്ത് ദൈവത്തിന്റെ ശക്തി ആവരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത ഇടത്തിൽ പോലും സ്തോത്രം നിനക്കെത്തിപ്പെടാൻ കഴിയാത്ത, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, പ്രിയ അജിത് ബ്രദറെ, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ ചിന്തിക്കാത്ത ഇടത്തിൽ പോലും എന്റെ പ്രവൃത്തി നീ കാണുമെന്ന്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ചില ഇടങ്ങളിൽ നീ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അറയ്ക്കകത്ത് വെളിച്ചം വീശിയതുപോലെ ചില ഉള്ളറകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകാൻ പോവുകയാണ്. ചില ഉള്ളറകൾക്കകത്ത് ദൈവത്തിന്റെ വെളിച്ചം വീശാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ മേൽ നിന്ന് പത്രോസിന്റെ മേൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. സ്തോത്രം. അവിടെ വായിക്കുന്നു, 1-ാം കാവലും 2-ാം കാവലും സ്തോത്രം ഈ പട്ടണത്തിലുള്ള ഇരുമ്പുവാതിൽ സ്വതവേ തുറന്നു. ദൈവം ചില തട്ടി എഴുന്നേൽപ്പിച്ചാൽ നിന്റെ മുന്നിൽ ചില വാതിലുകൾ സ്വതവേ തുറന്നു വരും. ചില വാതിലുകൾ സ്വതവേ തുറന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്റെ തട്ടൽ സ്തോത്ര വിലാപ്പുറത്ത് തട്ടിയപ്പോൾ പത്രോസ് അവിടുന്ന് എഴുന്നേറ്റു. ചില വാതിലുകൾ സ്വതവേ തുറന്നു. ചില വാതിലുകൾ ഇന്ന് രാത്രികാലം സ്വതവേ തുറക്കുവാൻ സ്വതവേ തുറക്കുവാൻ പോകുന്നു. ചില വാതിലുകൾ സ്വതവേ നീ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നീ സ്തോത്രം സംസാരിച്ചിട്ടല്ല, നീ ചിലരോട് റിക്വസ്റ്റ് ചെയ്തിട്ടല്ല, സ്തോത്രം സ്വതവേ ചില വാതിലുകൾ തുറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രികാലം നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ആ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ 2-3 മിനിറ്റ് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചാട്ട്. നിന്നെ രണ്ടാക്കുമെന്ന് വാദിക്കുന്ന ചില വാദങ്ങൾ ഇന്ന് രാത്രികാലം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നായിരിക്കുന്ന ചിലതിനെ രണ്ടാക്കി വേർതിരിക്കുമെന്ന് ചില കുടുംബങ്ങൾക്കകത്ത് സ്തോത്രം പിശാച് ഇടുന്ന പദ്ധതികൾ ഇന്ന് രാത്രികാലം പൊളിയട്ടെ.
ഹല്ലേലൂയ. ചില കുടുംബങ്ങളെ ചിതറിക്കുമെന്ന് പിശാച് വാദിക്കുന്ന ചില വാദഗതികൾ ഇന്ന് രാത്രികാലം മാറിപ്പോകട്ടെ. ദൈവീയ സമാധാനത്തെ ഇല്ലാതാക്കി കളയുന്ന, ദൈവീയ അഭിവൃദ്ധിയെ ഇല്ലാതാക്കി കളയുന്ന ദുഷ്ടന്റെ പദ്ധതികൾ ഇന്ന് രാത്രികാലം, തന്ത്രങ്ങൾ ഇന്ന് രാത്രികാലം ഉടയട്ടെ. അച്ചങ്ങലകൾ ഇന്ന് രാത്രികാലം പൊട്ടിമാറട്ടെ. ശാബാര ഹസ്തലാദിയാധര വൃഷഘോര ശബ്ദരാദിയാധര. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഈ വചനങ്ങളെ തിന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവിൽ 10-ാം അധ്യായത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഹല്ലേലൂയ. അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നീ തിന്നുക. രാത്രികാലം വചനം നീ ഭക്ഷിച്ചാൽ, സ്തോത്രം, വചനം നിന്റെ ഉള്ളത്തിൽ നീ ഭക്ഷിച്ചാൽ, ഈ വചനത്തെ ഉള്ളത്തിൽ സംഗ്രഹിച്ചാൽ ചില പ്രതിസന്ധികളെ മറികടക്കുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. വചനം നിന്റെ ഭക്ഷണമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം വായിക്കുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങളെ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു. എനിക്ക് ആവശ്യമുള്ള സമയത്ത് വചനത്തിന്റെ മർമ്മങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി നൽകി ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് പ്രഭാതത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രഭാത ഭക്ഷണം വേണമെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രഭാതത്തിൽ പ്രഭാത ഭക്ഷണം തരുവാൻ ഹല്ലേലൂയ. സ്തോത്രം. രാത്രിയിൽ നിനക്ക് സ്തോത്രം വേണ്ട ഭക്ഷണം സ്വർഗം ഒരുക്കുന്നത് പോലെ നിനക്ക് ഏതൊക്കെ തക്ക സമയത്ത് തക്കത വേണ്ട ദൈവവചനങ്ങളെ നിന്റെ ഉള്ളത്തിലാക്കി തക്ക സമയത്ത് ഹല്ലേലൂയ കണ്ടെത്തി ഭക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ രോഗത്തിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളെ നീ കണ്ടെത്തി നീ ഭക്ഷിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ നീ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കണം. ഹല്ലേലൂയ. നിന്റെ ക്ഷീണത്തിൽ, നിന്റെ രോഗത്തിൽ നിന്നെ ആനന്ദമാക്കുവാൻ ഈ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നിന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം നിന്റെ സ്തോത്രം നിനക്ക് ബലമായി നൽകും. ബലം നൽകും. സ്തോത്രം. ക്ഷീണിച്ചിരിക്കുന്ന ഇടത്തിൽ ദൈവം നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. നീ ഒടിഞ്ഞു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. വചനം നിന്നെ സ്തോത്രം ശക്തീകരിക്കും, എഴുന്നേറ്റ് നിർത്തിക്കും. ഹല്ലേലൂയ. 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 പിന്തിരിഞ്ഞു പോയ ചതഞ്ഞു പോയ ശിഷ്യന്മാരെ പോലും സ്തോത്രം തിരികെ വിളിച്ച ദൈവമാ നമ്മുടെ ദൈവം. കർത്താവ് സ്തോത്രം പിന്തിരിഞ്ഞ് ശിഷ്യന്മാർ തിരികെ സ്തോത്രം മീൻ പിടിക്കുവാൻ തിരികെ പോയപ്പോൾ കുഞ്ഞുങ്ങളെ വല്ലതും കൂട്ടുവാനുണ്ടോ എന്ന് ചോദിച്ച് സ്തോത്രം തിരികെ അവരെ വിളിച്ച് അവരെ ഉറപ്പിച്ച ദൈവമാ നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നീ പിന്തിരിഞ്ഞു പോകരുത്. സ്തോത്രം. നീ യേശു അവരോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ വല്ലതും കൂട്ടുവാനുണ്ടോ? അവർ പറയുന്നു ഇല്ല. സ്തോത്രം. നീ പിന്തിരിഞ്ഞു പോയാൽ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് അകന്നു പോയാൽ നീ ശൂന്യമായി പോകുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നീ പിന്തിരിഞ്ഞു പോകല്ലേ ദൈവകുഞ്ഞ്. രാത്രികാലം ഹല്ലേലൂയ നീ പിന്തിരിഞ്ഞു പോകല്ലേ. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്ക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വലയെ നിറയ്ക്കുവാൻ നിന്റെ കൂടെയുള്ളവരെ കുടുംബങ്ങളെ നിറയ്ക്കുവാൻ, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടത്തെ നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നിൽക്കുവാൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. നിനക്ക് വേണ്ടുന്നത് ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് നൽകുവാൻ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തിൽ നീ ഉണ്ടാവണം. നീ അവൈലബിൾ ആയിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ നീ അവൈലബിൾ ആയിരിക്കണം. ദൈവം നിന്നെ കുറിച്ച് എവിടെ അവൈലബിൾ ആകാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ നീ അവൈലബിൾ ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവിടെ നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല. പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. ആമേൻ. പുകയുന്ന തിരിയെ അവൻ, സ്തോത്രം, ഹല്ലേലൂയ, കെടുത്തി കളയാത്തവൻ. സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ മണ്ണെണ്ണ വിളക്കുകൾ ഉണ്ടായിരുന്നു. ഈ തിരി കുറച്ച് കത്തി കഴിയുമ്പോൾ ഇതങ്ങ് മങ്ങും. പിന്നെ ഈ തിരി സ്തോത്രം, ഒന്ന് പൊക്കി വെച്ചാൽ മാത്രമേ വീണ്ടും അത് സ്തോത്രം അധികം ശക്തിയോടെ അത് കത്തുന്നത് കാണാം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, സ്തോത്രം, നീ കെട്ടുപോകുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. നീ കെട്ടുപോകുമെന്ന് തോന്നുമ്പോൾ നിന്റെ തിരിയെ ഒന്ന് കയറ്റി നിർത്തുവാൻ, നിന്നെ ഒന്ന് ഉയർത്തി നിർത്തുവാൻ സ്വർഗം ഇന്ന് രാത്രികാലം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. നിന്റെ കാലുകൾ ഇടറിപ്പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്റെ കാലുകളെ അവൻ ഉറപ്പുള്ള പാറമേൽ അവൻ നിർത്തുകയാണ്. നിന്റെ കാലുകൾ ഇടറിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ കെട്ടുപോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ വിളക്ക് സ്തോത്രം, നിന്റെ വിളക്ക് കത്തിയിരിക്കട്ടെ. ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന, ദൈവം നിന്റെ ഉള്ളത്തിൽ കത്തിച്ചിരിക്കുന്ന വിളക്ക് കെട്ടുപോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ വിളക്ക് കത്തിയിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നീ കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജം നമ്മുടെ ഉള്ളത്തിലാക്കി വെച്ചിരിക്കുക. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം കെടാത്ത ബീജത്തെ നമ്മുടെ ഉള്ളത്തിലാക്കി വെച്ചിരിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്ര. ഹല്ലേലൂയ. വീണ്ടും ജ്വലിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. കർത്താവിന് വേണ്ടി അധികം ജ്വലിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. നാം അധികം ജ്വലിക്കണം, അധികം കത്തണം, അധികം ദൈവത്തിനു വേണ്ടി പ്രകാശിക്കണം. നീ അനേകർക്കൊരു ആശ്വാസമായി, നീ അനേകർക്കൊരു വെളിച്ചമായി, അനേകർക്ക് വിടുതലായി നീ നിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. നീ അധികം പ്രകാശിക്കുവാൻ ഇന്ന് രാത്രികാലം അധികം പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം സ്തോത്രം. നമ്മുടെ ദൈവം സ്തോത്രം. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന ദൈവമാ നമ്മുടെ കർത്താവ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു. ഹല്ലേലൂയ. ചെകിടർ കേൾക്കുന്നു. സ്തോത്രം. മരിച്ചവർ ഉയർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ദൈവം ശക്തി പകരുകയാണ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, നീ കെട്ടുപോകത്തില്ല. എന്നാൽ നീ ചിലത് ഹല്ലേലൂയ നിന്നെ കൊണ്ട് തുട്ടണ്ട തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം നിന്റെ ഉള്ളത്തിലുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഉള്ളത്തിൽ ദുട്ടണ്ട തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം നിന്റെ ഉള്ളത്തിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ചില തീയമ്പുകളെ, ദുട്ടൻ തൊടുന്ന ചില തീയമ്പുകളെ കെടുത്തുവാൻ വിശ്വാസം എന്ന പരിച നിന്റെ ഉള്ളത്തിലുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് രാത്രികാലം ദൈവം നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് മരിച്ചു എന്ന് വിചാരിച്ച് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. 14-ാമത്തെ ആയത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, പൗലോസ് മരിച്ചു എന്ന് വിചാരിച്ച് അവൻ പട്ടണത്തിലേക്കോ വലിച്ചിഴച്ചു കൊണ്ടുപോയതാ പൗലോസിനെ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, വലിച്ച് സകലതും കെട്ടുപോയി എന്ന് സ്തോത്രം വിചാരിച്ച ഇടത്തിൽ
യഹൂദന്മാർ പൗലോസിനെ കല്ലെറിഞ്ഞ് സ്തോത്രം അവൻ മരിച്ചുപോയി. അവനെ വലിച്ച് പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് അവൻ ശിഷ്യന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ഹല്ലേലൂയ തന്റെ സഹോദരന്മാരുമായിട്ട് വേറൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുക. ഹല്ലേലൂയ. നീ കെട്ടുപോയി എന്ന് തോന്നുന്ന ഇടത്തു നിന്ന് ഹല്ലേലൂയ നിന്നെ ഉയർപ്പിച്ച ജാതികൾക്ക് പ്രകാശമാക്കി നിർത്തും. സ്തോത്രം ഹല്ലേലൂയ. ജാതികൾക്ക് പ്രകാശമാക്കി നിർത്തും. നീ കെട്ടുപോയി എന്ന് ചിന്തിക്കുന്ന ഇടത്തു നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവം ചിലരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തിന്റെ സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിന്റെ ദൈവീയ പ്രവർത്തികൾക്ക് വേണ്ടി ഇതിനകത്തുനിന്ന് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ചതഞ്ഞ ആ ഓട അവൻ ഒടിച്ചു കളയില്ല. പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. നിന്നെ കെടുത്തി കളയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ഒടിഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. നീ കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എല്ലാ കണ്ണുകളും ദിവസത്തിൽ അടയ്ക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയാ. നമ്മൾ ഇടപെട്ട ദൈവജനത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ നിന്നെ ഒടിച്ചു കളയുന്ന ദൈവമല്ല. സ്തോത്രം. നിന്നെ നിവരോടെ നിർത്തുവാൻ നിന്നെ സ്തോത്രം ദേശത്തിന്റെ മധ്യേ എഴുന്നേറ്റ് നിൽക്കുവാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ദൈവം. നീ കെട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം സമർപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. താങ്ക് യു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യയെ അറിയിച്ച ദൂതുകൾക്കും വചനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിന്റെ ദാസനെ വർദ്ധിപ്പിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്ത ദൈവത്തിന്റെ സ്നേഹം ഇന്ന് രാത്രി നമ്മെ ജീവനോടെ നിലനിർത്തിയിരിക്കുകയാണല്ലോ. കർത്താവിന്റെ അഭിഷേകത്തിനോടുള്ള ഹൃദയംഗമായ നന്ദി റഹമത്തിന്റെ മിനിസ്ട്രിയുടെ പേരിൽ അല്ലെങ്കിൽ പാസ്റ്ററുടെ പേരിൽ വ്യക്തിപരമായ പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഒരു അതിഥിയല്ല, ഞങ്ങളുടെ മീറ്റിങ്ങിലെ സ്ഥിരം സ്തോത്രം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെയും സ്നേഹബന്ധനത്തെയും അറിയിക്കുകയാണ്. രാത്രി കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും വീണ്ടും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്ന എല്ലാവരും കർത്താവിന്റെ ദാസന് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ചെറിയ സാക്ഷ്യം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഞാൻ പ്രാർത്ഥിച്ചത് നമുക്ക് അവസാനിപ്പിക്കാം. ആമേൻ. പ്രത്യേക ഞാൻ നിങ്ങളോട് ഒരു പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്ന ഒരു വാഹനത്തിന് വേണ്ടി ഞാൻ അത് ആക്ച്വലി ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കാനാണ് തീരുമാനമെടുത്തത്. പക്ഷെ ദൈവാത്മാവ് ശക്തമായ ഒരു പ്രേരണ, ഒരു പുതിയതെടുക്കണമെന്നൊരു പ്രേരണ ദൈവാത്മാവ് എനിക്ക് തന്നു. അതിന്റെ പിന്നിൽ കർത്താവിന്റെ ദാസൻ അനുബീൻ പാസ്റ്ററൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുകയും ദൂത് പറയുകയും ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയുടെ സ്തോത്രം അതിന്റെ സമ്പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. 24ാമത്തെ വയസ്സിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതാണ്. നോർത്ത് ഇന്ത്യയിൽ ഇടപെടാതെ ഓടിക്കൊണ്ടിരുന്ന, എന്നാൽ 50ാമത്തെ വയസ്സിലാണ് ദൈവം അങ്ങനെ ഒരു വഴിയെ തുറക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഒരു പുതിയ വാഹനം സ്തോത്രം കയ്യിലെത്തും. അതിന്റെ മുമ്പിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ലോണിന്റെ വിഷയങ്ങളിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം സ്വർഗം ബ്രേക്ക് ചെയ്ത അഭിഷിക്തന്മാരുടെ ദേവദാസിമാരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ്. കാരണം നമുക്ക് ഈ നാട്ടിൽ സ്വന്തമായി ഒരു മണ്ണില്ലാത്തത് കൊണ്ട് പല എതിർപ്പുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം എല്ലാം സ്തോത്രം സക്സസ് ആക്കി ഇന്ന് അതിനെ മാറ്റി പ്രാർത്ഥിച്ച അനുഭവ പാസ്റ്റർ ഈ മീറ്റിംഗിൽ ഒത്തിരി പേർക്ക് അറിയാവുന്ന വിഷയം പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയോടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കൂടി കണ്ണുകളെ അടയ്ക്കാമല്ലോ. കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഈ മിനിസ്ട്രി ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് സന്തോഷമുള്ളവർ എല്ലാവരും ഒരിക്കൽ കൂടി തന്നെയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാടയാമേ. ഇത് കേട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവം, ഇതിന്റെ അഭിഷേകത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട ദൂതുകൾക്കായി സ്തോത്രം. തകർന്നു പോകുമെന്ന്, ഉടഞ്ഞു പോകുമെന്ന്, കെടുത്തിക്കള
കളയുമെന്നൊക്കെ ശത്രു വാദിച്ച സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവെ, ഇന്ന് രാത്രി വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തിയത് അങ്ങാകിയാൽ ഒരു മനുഷ്യനുമല്ല കർത്താവെ, സ്വർഗമാണ് ഞങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചത്. പത്രോസ് മുങ്ങിയപ്പോൾ അവന്റെ വലങ്കരത്തിൽ പിടിച്ചു വെള്ളത്തിൽ മീതെ അവനെ നടത്തി അവനോടൊപ്പം പടകിൽ കയറിയ കർത്താവെ, നിന്റെ സ്നേഹത്തിനായി ആ സ്നേഹത്തിന്റെ ആഴത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പിന്തിരിഞ്ഞ് പടകും വലയും എടുത്ത പത്രോസിന്റെ ശിഷ്യന്മാരുടെയും സ്തോത്രം തിബിരിയോസിൽ പരാജയത്തിന്റെ തിബിരിയോസിന്റെ കടൽപ്പുറത്ത് പ്രഭാതമായപ്പോൾ മക്കളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് അവരെ മടക്കി വരുത്തിയ ആ സ്നേഹത്തെ കുറിച്ച് ഇന്ന് രാത്രി അഭിഷേകത്തിലൂടെ കേൾപ്പാൻ സ്വർഗം സഹായിച്ചല്ലോ കർത്താവെ. നിന്റെ അഭിഷേകത്തിനെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ശൗലും മേൽക്കുമേൽ ബലം പ്രാപിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന തന്റെ അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം, കൃപയുടെ മേൽ കൃപ പകർന്ന് തന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ച് നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് എല്ലാവരുടെയും മേൽ ഞങ്ങൾ ഈ വചനത്തെ ഡിക്ലെയർ ചെയ്യുകയാണ് കർത്താവ്. അവരുടെ ജീവിതത്തിൽ അത് നിറവേറട്ടെ കർത്താവെ. ചില പുതിയ പന്താവുകൾ, വാതിലുകൾ, വഴികൾ തുറന്ന് തന്നെ സ്തോത്രം മക്കളെ അവിടെ നിന്ന് നടത്താൻ പോകുന്നത് കൊണ്ട് സ്തോത്രം കർത്താവ്. അനുഭവിപ്പാസമായി കുടുംബത്തിനായി സ്തോത്രം അനുഗ്രഹിച്ചാട്ടെ, വഴി നടത്തിയാട്ടെ കർത്താവ്. ഞങ്ങളുടെ സ്തോത്രം ഈ മീറ്റിങ്ങിനെ ഇത്രത്തോളം ഭംഗിയോടെ, അനുഗ്രഹത്തോടെ, ചന്തത്തോടെ നീ അവിടുന്ന് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച മീറ്റിങ്ങുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ 7 ദിവസങ്ങൾ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവ്. നിയോഗമുള്ളവർ, ദൈവിക പദ്ധതിയുള്ളവർ കടന്നു വരട്ടെ, ശുശ്രൂഷിക്കട്ടെ, ജനത്തിന് വിടുതലായി തീരട്ടെ. ഇത് രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് സകലതയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ഈ ദൂത് അവരുടെ മേൽ നിറവേറട്ടെ കർത്താവെ. സൗഖ്യങ്ങളും വിടുതലുകളും ഇന്ന് രാത്രി സ്വർഗ്ഗം കൽപ്പിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ആനന്ദത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായി പുത്രന്റെ കൃപ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാമീപ്യ സഹവാസം പ്രത്യേകം രാത്രി ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസരോടും വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസരോടും അനുഭവപ്പാസരോടും കുടുംബത്തോടും റഹബോത്തിന്റെ ദാസ മിനിസ്ട്രിയോടും ഇന്ന് രാത്രി പങ്കെടുത്ത സകല ദൈവജനത്തോടും കൂടി കർത്താവിന്റെ വരം ഒന്നാമേ സ്തോത്രം, രണ്ടാമത്തെ വരും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഒരിക്കൽ കൂടി നമുക്ക് ജയം തന്ന കർത്താവിന് സ്തോത്രം പാടാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.